അല്ല, പെയിന്റിങ്ങിലെ ഏറ്റവും വലിയ ഒരു തലവേദനയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എടുക്കാതെ വർക്ക് തുടങ്ങുക. അത് അവിടെ എവിടെയും പെയിന്റ് ആയി, ഫർണിച്ചർ ബാക്കി വില കൂടിയ ഇന്റീരിയർ ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ ഡാമേജ് ആവുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ രണ്ടാമത് കറക്റ്റ് ഒരു വർക്ക് ഫ്ലോ അല്ലാതൊക്കെ, സ്ഥിരമായി വർക്ക് വരൂല. ഈ ക്ലയന്റിനോട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാതൊക്കെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ക്ലയന്റിനായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ ഒരു കളറിൻ്റെ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അയാളുടെ ഒരു ഫുൾഫിൽമെൻ്റ് ആളാണ് വീട് എന്നുള്ള സംഭവം, അത് അയാളുടെ ഒരു ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റാതൊക്കെ. ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടിട്ടാണ് സത്യം നമ്മൾ ആദ്യം തന്നെ മേക്ക് ഓവേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഇതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ടാവും. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എന്ന് നിർത്തണം, ഏതെല്ലാം വർക്കുകളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്, അത് കറക്റ്റായിട്ട് ക്ലയൻറ്റിനോട് പറഞ്ഞ്. ഇപ്പോൾ ഉദാഹരണത്തിന് റീപെയിൻറ്റിങ്ങുള്ള വീടാണെന്നുണ്ടെങ്കിൽ അധികം പിന്നെ അപ്സ്റ്റെയർ നിന്നാണ് തുടങ്ങുക. അപ്സ്റ്റെയർ എല്ലാ പണികളും ക്ലീനിങ് അടക്കമുള്ള 100% വർക്ക് തീർത്തതിന് ശേഷമാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുക. അപ്പോൾ വീടിലെ ആളുകൾക്ക് മേലോട്ട് കയറാൻ പറ്റും. ഇതിൻ്റെ ഒരു കറക്റ്റ് പാക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, സൂപ്പർവിഷൻ, ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതോട് കൂടി തന്നെ ക്ലയൻറ്റ് 100% ടെൻഷൻ ഫ്രീ ആവും.